തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, വഴി എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിലേറെ ആഴമുള്ള അർത്ഥം നൽകുന്നു. മനുഷ്യൻ ജനിക്കുന്ന നിമിഷം മുതൽ ഓരോ വഴികൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സന്തോഷത്തിൻ്റെ വഴി, സമാധാനത്തിൻ്റെ വഴി, സത്യത്തിൻ്റെ വഴി. പക്ഷെ യഥാർത്ഥ വഴി ആര് എന്ന ചോദ്യത്തിന് മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരികയില്ല. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 6 വാക്യം. ഇവിടെ യേശു ഒരു വഴി കാണിക്കുവന്നവനായി മാത്രമല്ല, സ്വയം വഴിയായി തന്നെ പ്രഖ്യാപിക്കുകയാണ്. ദൈവം ഒരുക്കിയ വഴി. പഴയ നിയമത്തിൽ തന്നെ ദൈവം മനുഷ്യർക്കായി ഒരു വഴി ഒരുക്കിയിരുന്നു. യെശയ്യാ പ്രവാചകൻ 40:3 പറയുന്നു, യഹോവയുടെ വഴി ഒരുക്കുവിൻ. ഈ പ്രവചനം നിറവേറ്റിയത് യോഹന്നാൻ സ്നാപകനിലൂടെയാണ്. എന്നാൽ പൂർണ്ണമായ വഴി യേശുവിലാണ് തുറന്നത്. സഭാപിതാവായ സെന്റ് അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നു, God became man so that man might find the way back to God. ദൈവം മനുഷ്യനായത് മനുഷ്യൻ ദൈവത്തിലേക്കുള്ള വഴി കണ്ടെത്തുവാൻ വേണ്ടിയാണ്. ആദാമിൽ നഷ്ടമായ വഴി ക്രിസ്തുവിൽ വീണ്ടും തുറക്കപ്പെട്ടു. രണ്ടാമതായി, ഇടുങ്ങിയ വഴി രക്ഷയുടെ പദം. ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ചുരുങ്ങിയതുമാകുന്നുവെന്ന് മത്തായി ശ്ലീഹാ സുവിശേഷം 7:14 വായിക്കുന്നു. ക്രിസ്തുവിൻ്റെ വഴി സൗകര്യത്തിൻ്റെ വഴിയല്ല, അത് ത്യാഗത്തിൻ്റെ വഴിയാണ്. ക്രൂശില്ലാതെ കിരീടമില്ല. സഭാപിതാവായ സെന്റ് ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരം എഴുതുന്നു, The way of Christ is narrow, not because it restricts love, but because it removes sin. ഈ വഴി നമ്മെ അടിച്ചമർത്തുന്നില്ല, മറിച്ച് പാപഭാരം നീക്കി സ്വാതന്ത്ര്യം നൽകുന്നു. 3, തെറ്റിയ വഴി മനുഷ്യനും നല്ല ഇടയനും. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവർക്ക് നിത്യജീവൻ തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം 27-28 വാക്യങ്ങൾ. മനുഷ്യൻ പലപ്പോഴും വഴി തെറ്റുന്നു, എന്നാൽ നല്ല ഇടയനായ യേശു വഴി കാട്ടുന്നു. സെന്റ് ഗ്രിഗറി ഓഫ് നിസ പറയുന്നു, ടു ഫോളോ ക്രൈസ്റ്റ് ഈസ് ടു മൂവ് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. വഴിതെറ്റിയവനെ കുറ്റപ്പെടുത്തുവാനല്ല, തിരികെ നയിക്കുവാനാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം. 4, സ്നേഹത്തിൻ്റെ വഴി ക്രിസ്തീയ ജീവിതം. 1 യോഹന്നാൻ 4:8 വായിക്കുന്നു, സ്നേഹമില്ലാത്തവൻ ദൈവത്തെ അറിയുന്നില്ല, ദൈവം സ്നേഹമാണ്. ക്രിസ്തുവിൻ്റെ വഴി സ്നേഹത്തിൻ്റെ വഴിയാണ്. അവൻ ശത്രുക്കളെയും സ്നേഹിക്കുവാൻ പഠിപ്പിച്ചു. മഹാത്മാഗാന്ധി ഇപ്രകാരം പറഞ്ഞു, ഐ ലൈക്ക് യുവർ ക്രൈസ്റ്റ്, ഐ ഡു നോട്ട് ലൈക്ക് യുവർ ക്രിസ്ത്യൻസ്. യുവർ ക്രിസ്ത്യൻസ് ആർ സോ അൺലൈക്ക് യുവർ ക്രൈസ്റ്റ്. ഇത് നമ്മെ വെല്ലുവിളിക്കുകയാണ്. നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ വഴിയോട് ഒത്തുപോകുന്നുണ്ടോ? 5, വഴിയും സത്യവും ജീവനും. ആത്മീയ പ്രയോഗം. ഇത് വഴി എന്നത് ഒരു ദിശയാണ്, സത്യം എന്നത് ഒരു വെളിപ്പെടുത്തലാണ്, ജീവൻ എന്നത് ഒരു അനുഭവമാണ്. ക്രിസ്തുവിൽ നാം നടക്കുമ്പോൾ പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, ഭയത്തിൽ നിന്ന് സമാധാനത്തിലേക്ക്, മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക്. സെന്റ് അത്താനാസിയോസ് ഓഫ് അലക്സാൻഡ്രിയ പറയുന്നു, ക്രൈസ്റ്റ് became what we are, that he might make us what he is. പ്രിയരെ, ഇന്ന് ലോകം അനേക വഴികൾ മുന്നോട്ട് വയ്ക്കുന്നു. സുഖത്തിൻ്റെ വഴി, അധികാരത്തിൻ്റെ വഴി, സമ്പത്തിൻ്റെ വഴി. എന്നാൽ അവ ഒടുവിൽ ശൂന്യതയിലേക്കായിരിക്കാം നമ്മെ നയിക്കുന്നത്. എന്നാൽ ക്രിസ്തു മാത്രം നിത്യജീവനിലേക്കുള്ള വഴി കാട്ടുന്നു. നിന്റെ വചനം എൻ്റെ കാലടികൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് വെളിച്ചവുമാകുന്നുവെന്ന് സങ്കീർത്തനം 119:105 വായിക്കുന്നു. നമ്മുടെ ജീവിതം തന്നെ നമ്മോട് ചോദിക്കട്ടെ, ഞാൻ ഏതു വഴിയിലാണ് നടക്കുന്നത്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.